Dear students, in this class we are discussing about who is management accountant, skills required for management accountant and the strategic role of management accountant. The first one, who is management accountant? Management accountant is the person preparing the information according to the needs of the management in an intelligible form and is submitted at a required time. The management accountant decides the format of the financial and cost control reports. അതായത് മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇൻഫോർമേഷൻ അവരുടെ നീഡ് അനുസരിച്ച് ഇൻ്റലിജിബിൾ ഫോമിൽ പ്രിപ്പയർ ചെയ്യുകയും അത് റിക്വയർഡ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ഹി ഡിസൈൻ ദി ഫോർമാറ്റ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് കൺട്രോൾ റിപ്പോർട്ട്സ്. വേരിയസ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ടോപ്പ് മാനേജേഴ്സിനെ ഡിസിഷൻ മേക്കിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ദീസ് റിപ്പോർട്ട്സ് ആർ പ്രസൻറ്റഡ് ബിഫോർ ഈച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് വിത്ത് മോസ്റ്റ് യൂസ്ഫുൾ ഡാറ്റ അറ്റ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം. അവർക്ക് ആവശ്യമായ സമയത്താണ് ആ റിപ്പോർട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ദീസ് റിപ്പോർട്ട്സ് ആർ പ്രസൻറ്റഡ് ഇൻ എ കറക്റ്റ് മാനർ. അതായത് ഏത് മാനറിലാണോ മാനേജ്മെൻറ്റിന് ആ റിപ്പോർട്ട് ആവശ്യമുള്ളത് ആ മാനറിൽ തന്നെ അതെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. Moreover, the management accountant educate management executive as the way of using reports. ഈ ഒരു സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഏത് ഇൻഫോർമേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന കാര്യവും മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. Management requires an individual who is expected to gather information, break it down and organize it into meaningful categories. അല്ലേ, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം ആവശ്യമായ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, ആ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക മീൻസ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക ആൻഡ് ഓർഗനൈസ് ദം ഇൻ ടു എ മീനിങ് ഫുൾ കാറ്റഗറി. ആ ഒരു ക്ലാസിഫൈ ചെയ്തതിനെ മീനിങ് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ലുക്ക് ആഫ്റ്റർ എ കമ്പനീസ് അക്കൗണ്ട്. കമ്പനിയുടെ എല്ലാ അക്കൗണ്ടും നോക്കി അതിൻ്റെ ഒരു ട്രൂത്ത്നെസ് അല്ലെങ്കിൽ ആക്യുറസി എൻഷുർ ചെയ്യേണ്ടത് ആരാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. They advise managers about the financial implication of business decisions to aid growth and profits. Preparing reports, budget, commentaries and financial statements. എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനെ കുറിച്ച് മാനേജേഴ്സിനെ ഓർമ്മപ്പെടുത്തേണ്ടതും അത് എങ്ങനെയാണ് ഗ്രോത്തിലേക്കും പ്രോഫിറ്റിലേക്കും ലീഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് എന്താ പറയുക റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ബജറ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും കമൻ്ററീസ് ഓരോ ഐറ്റത്തിൻ്റെയും എങ്ങനെയാണ് കമൻ്ററീസ് കൊടുക്കേണ്ടതെന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതും ഈ കാര്യങ്ങളെല്ലാം ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യേണ്ടത് ആരാണ്, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. In nutshell, management accountant is the person who preparing the information according to the needs of the management in an intelligible form and submitted at a required time. Okay, then next one, skills required for management accountant. Firstly, what is management accounting skill? Management accounting skill refers to the ability of an individual to provide all required information for improving decision making process in the form of documents and reports. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെൻറ്റ്സും റിപ്പോർട്ട്സും ആ ഒരു സമയത്ത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കിൽ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കില്ലെന്ന്
പറയുന്നത്. ദെൻ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കില്ല് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്കില്ല് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കിൽ ആർ റിക്വയർഡ് മിയർലി ഫോർ ഇൻറ്റേർണൽ യൂസ് ആൻഡ് ആർ ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിങ് ബിസിനസ് പ്രോസസ്. അല്ലെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കില്ല് എവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ്, ഇൻറ്റേർണൽ യൂസ് ഉള്ളതൊന്നാണ്. ആ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കില്ല് വെച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ സ്കില്ല് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വൈറ്റലായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് റിക്വയർഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്? ദീസ് ആർ ദി important skills required by management accountant. First one, predictive skill, that is the capacity to predict the future. Previously, management accountants were more involved in data presentation and analysis, but recently with the introduction of artificial intelligence, the nature of management accounting is getting transformed. Accordingly, management accountants are now expected to understand the business deeply and predict the impact of various factors on the business operations. അല്ലേ, ഇപ്പോൾ ഒരു പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യുക, അതിന് ക്ലാസിഫൈ ചെയ്യുക, അതിന് അനാലിസിസ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് ടോപ്പ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വന്നതോടുകൂടി മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റോള് മാറുകയും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളായി മാറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതായത് ഫോർകാസ്റ്റിങ്ങിനുള്ളൊരു കപ്പാസിറ്റി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കണം. ദെൻ ദ സെക്കൻഡ് വൺ, ന്യൂമറിക്കൽ സ്കിൽ. ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്. അല്ലേ, നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിക് സ്കിൽ നീഡഡ് ഫോർ ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഹി മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ന്യൂമറിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ടു മേക്ക് റൈറ്റ് കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ. ന്യൂമറിക്കൽ വാല്യൂസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും അതിനൊരു കൺക്ലൂഷൻ എത്താനും അതിന് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ, കമ്മ്യൂണിക്കേഷൻ skill. Today, management accountants are not just expected to work on the data, but also communicate the insight that they have derived out of it to other business leaders. So, communication skill is one of the essential skill required for the management accountant. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെറുതെ ഇൻഫോർമേഷൻ അനാലിസിസ് ചെയ്ത് അതിനൊരു കൺക്ലൂഷൻ എത്തിയാൽ മാത്രം പോരാ. ആ കൺക്ലൂഷനിലെത്തിയ ആ ഒരു ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ടോപ്പ് ലെവൽ അതോറിറ്റീസിന് അല്ലെങ്കിൽ ലീഡേഴ്സിന്, ബിസിനസ് ലീഡേഴ്സിന് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ക്രിയേറ്റീവ് സ്കിൽ. Management accountants are expected to be flexible enough to fit into multiple roles. ഒന്നിലധികം റോള് പ്ലേ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കണം. they have to play the role of financial analyst, data analyst as well as business manager who understand the commercial viability of the projects. അദ്ദേഹം at a time ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിരിക്കണം, ഡാറ്റ അനലിസ്റ്റ് ആയിരിക്കണം, ബിസിനസ് മാനേജർ ആവണം. അതായത് കൊമേഴ്സ്യൽ ബിസിനസ്സിന്, ഒരു പ്രൊജക്റ്റിൻ്റെ കൊമേഴ്സ്യൽ വയബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മാനേജർ ആവാൻ വരെയുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കണം. ദെൻ ടെക്നിക്കൽ സ്കിൽ. For a management accountant to remain relevant into the organization, he must have the ability to adapt well to changing technology. നമുക്കറിയാം ടെക്നോളജി എന്ന് പറയുന്നത് ഡേ ടു ഡേ എന്ത് ചെയ്യുന്നതാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ടുഡേസ് ടെക്നോളജീസ് ബിക്കം ഒബ്സലറ്റ് ടുമോറോ. സോ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഈ ഒരു ടെക്നോളജിയുമായിട്ട് കോപ്പ് ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം.
Technical skill refers to the ability and knowledge to use a variety of technologies to achieve the objective of the business. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സ്കില്ല് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽ. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡു നോട്ട് വർക്ക് ഇൻ ഐസൊലേഷൻ. They interact with teams across organization and spearhead their own teams. എന്താണ്, ഒരു മാനേജർ ഒരിക്കലും ഒരു ഐസൊലേഷനായിട്ട് ഒറ്റയ്ക്ക് ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു ടീം വർക്കിലൂടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹെൻസ് he is supposed to have people management skill or human or interpersonal skill. This skill refers to the ability to interact or work with people. ആളുകളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അനലിറ്റിക്കൽ സ്കിൽ. Analytical skill refers to the ability to identify the key variables in a situation. By analyzing revenue and expenses across business activities, management accountant can determine the ways to budget and spend funds to maximize profits or reduce cost. Hence, management accountants require analytical skill also. എന്താണ്, അനാലിസിസ് ചെയ്യുക. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും എല്ലാ വാരിയബിൾസും അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കുന്നത്, ഒരു ബിസിനസ് ആക്ടിവിറ്റീസിലെ റവന്യൂവും എക്സ്പെൻസൊക്കെ അനാലിസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഈ ഫണ്ടുകളൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതെന്നും കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അനലൈസ് ചെയ്ത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ. The main time management ability are setting goals, prioritizing goals, creating a schedule, using optimization tools, making lists and breaking large tasks into smaller tasks. For making list of tasks and goals, time management is very important. അല്ലേ, ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. ഫസ്റ്റ്ലി സെറ്റിംഗ് ഗോൾ, ദെൻ പ്രയോറിറ്റൈസിങ് ഗോൾ. ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും, അതിൽ ഏത് ഗോളാണ് പ്രയോറിറ്റൈസ് ചെയ്ത് നിൽക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ക്രിയേറ്റിംഗ് എ ഷെഡ്യൂൾ ടു അച്ചീവ് ദ ഗോൾസ് യൂസിങ് ഓപ്റ്റിമൈസേഷൻ ടൂൾ എക്സെട്ര എക്സെട്ര. ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ്ലി അതർ സ്കിൽസ്. Apart from the above skills, management accountant requires some other skills such as conceptual skill, diagnostic skill, etc. Conceptual skill is the knowledge and ability for abstract thinking and formulating ideas. അല്ലേ, ഐഡിയാസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള പുതിയ ഐഡിയാസ് അല്ലേ. ഇന്നോവേഷൻ ഈസ് ദ കീ ഓഫ് സക്സസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഒരു പുതിയ ഐഡിയാസ്, ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ സ്കില്ലെന്ന് പറയുന്നത്. ദെൻ ഡയഗ്നോസ്റ്റിക് സ്കിൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു വിഷ്വലൈസ് ദ ബെസ്റ്റ് റെസ്പോൺസ് ടു എ സിറ്റുവേഷൻ. എന്താണ്, ഒരു സിറ്റുവേഷനിലേക്ക് ഏറ്റവും നല്ല റെസ്പോൺസ് എന്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ് ചെയ്യുക, ഓരോ സിറ്റുവേഷനെയും ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഉണ്ടായിരിക്കണം. ദെൻ ഓർഗനൈസേഷൻ സ്കിൽ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സ്കിൽ എക്സെട്ര ആർ അതർ skills required by the management accountant. These are the various skills required by the management for supporting the top managers for decision making. Then next one, strategic role of management accountant. Management accountants plays an important role in forecasting future business and economic events of making future plans. That is long-term plans, strategic management accounting, formulating corporate strategy, market study, etc. അതായത് എന്താണ്, നമ്മൾ ട്രഡീഷണൽ കാര്യങ്ങളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡീൽ ചെയ്തിരുന്നത് എന്തായിരുന്നു, ഡാറ്റ കളക്ട് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ അനാലിസിസ് ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അത് മാത്രമായിരുന്നു.
പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഗ്ലോബൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു സ്ട്രാറ്റജിക് റോളാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യേണ്ടത്, പ്ലേ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്? ഫ്യൂച്ചർ ബിസിനസ് ഫോർകാസ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കുവാൻ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ലോങ് ടേം പ്ലാനുകൾ ഉണ്ടായിരിക്കാം, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ടായിരിക്കാം, ഫോർമുലേറ്റിംഗ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി, മാർക്കറ്റ് സ്റ്റഡി എക്സെട്ര. ഇതിലെല്ലാം ഈ ഒരു കാര്യം ചെയ്യുന്നതിലെല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് എന്തുണ്ടായിരിക്കണം, ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു ട്രഡീഷണലി ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റെ റോൾ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്ലേ ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതിലും ഒരു ഇൻ്റഗ്രൽ പാർട്ട് ആര് പ്ലേ ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വഹിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് റോൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രാറ്റജിക് പ്ലാനിങ്. Nowadays, strategic planning is essential for survival of the business. അല്ലേ, ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ആൻ ഓർഗനൈസേഷൻസ് പ്രോസസ് ഓഫ് defining its strategy or direction and making decision on allocating resources to pursue this strategy. It may also extended to control mechanism for guiding the implementation of strategy. അല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുക, ആ സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസ് വേണോ അതൊക്കെ അലോക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ മെക്കാനിസം എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതെല്ലാം സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുക എന്നുള്ളത് ആരുടെ റോളാണ്, അതിലല്ലെങ്കിൽ ഇൻവോൾവ്ഡ് ആവുക എന്നുള്ളത് ആരുടെ റോളാണ്, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോളാണ്. Then next one, setting profitability goals. Management accountant are able to collect the right type of data, analyze the data and translate it into information that decision makers need to establish long-term profitability goals. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോങ് ടേം പ്രോഫിറ്റ് ആയിരിക്കും. ആ ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനുള്ള റൈറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനെ ഡിസിഷൻ മേക്കേഴ്സിന് വേണ്ടി ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോളാണ്. എ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി goal determines the amount of revenue you need to generate from your business to meet your expenses and turn a profit. അല്ലേ, ആ ഒരു ഗോളിൽ എന്ന് പറയുന്നത് എന്താണ്, എത്രയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ്സിൽ നിന്നും എത്രയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ പ്രോഫിറ്റിലേക്ക് ലീഡ് ചെയ്യാനും എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യണം, ആ ഒരു ഗോൾ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് സെറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഗോൾ എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ ആര് പ്ലേ ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്ലേ ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, ക്രിയേറ്റിംഗ് അക്വസിഷൻ സ്ട്രാറ്റജി. അക്വസിഷൻ സ്ട്രാറ്റജി ഇൻവോൾവ്സ് finding a methodology for the acquisition of target companies that generate value for the acquirer. ഒരു അക്വയർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയെ അക്വയർ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ അക്വസിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ ഒരു അക്വസിഷൻ സ്ട്രാറ്റജി ഫോം ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ആരെ സഹായിക്കുന്നുണ്ട്, ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. അക്വസിഷൻ സ്ട്രാറ്റജീസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ways to cut cost through consolidation and divestiture and to promote value creation for company investors by choosing winning business purchases. അല്ലേ, ബിസിനസ് പർച്ചേസിലൂടെ നല്ല രീതിയിലുള്ള ബിസിനസ് അക്വസിഷനിലൂടെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂ എങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെയാണ് നമ്മൾ അക്വസിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റായിട്ടുള്ള അക്വസിഷൻ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നു, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, സപ്പോർട്ടിംഗ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. The purpose of internal control and risk management is to ensure that the company's operations are effective, that financial and other information is reliable, and that the company complies with the relevant regulations and operating
Principles. Corporate leader realize that they must quantify risk management objectives to make them relevant and measurable, and the financial information provided by the management accountant support this function. എന്താണ്, ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് എല്ലാം ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്നും അവർ കൊടുക്കുന്ന ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻ, അതായത് ഫിനാൻഷ്യൽ ആൻഡ് അതർ ഇൻഫർമേഷൻ റിലയബിൾ ആണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻ എല്ലാം എങ്ങനെ നടക്കും, ഇഫക്റ്റീവായിട്ട് നടക്കും. അതേപോലെ തന്നെ ദ കമ്പനീസ് കംപ്ലൈസ് വിത്ത് ദ റെലവൻറ്റ് റെഗുലേഷൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് ഈ ഒരു കമ്പനിയുടെ എല്ലാ റെഗുലേഷൻസും കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്, കറക്റ്റായിട്ട് എല്ലാ റെഗുലേഷനും ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും എൻഷുർ ചെയ്യുക. അതാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ അതിന് ഈ ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ആ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, ഹെൽപ്പിംഗ് ഇൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്സ്. In a dynamic environment, companies must continuously improve their performance to remain competitive or to gain a competitive advantage. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് നേടാൻ വേണ്ടി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവായിട്ട് തുടരാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ബിസിനസ് പ്രോസസ്സിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയേ പറ്റൂ. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് എഫേർട്ട് ടു ഇംപ്രൂവ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് പ്രോസസ്, ടൂൾസ്, പ്രോഡക്റ്റ്, സർവീസ് എക്സെട്ര. ഇതിലെല്ലാത്തിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സംടൈംസ് ദോസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആർ ബിഗ്, ഓഫൺ ദേ ആർ സ്മോൾ. ചില സമയത്ത് അതൊരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എവിടെ ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഇൻ പ്രാക്ടിക്കൽ ടേം, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് സെർച്ചിങ് ഫോർ വേസ് ടു ഇൻക്രീസ് ഓവറോൾ എഫിഷ്യൻസീസ് ബൈ റെഡ്യൂസിങ് വേസ്റ്റ്, ഇംപ്രൂവിങ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ്. അല്ലേ, വേസ്റ്റും കോസ്റ്റും റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ആയിക്കോട്ടെ സർവീസസിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റീസിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. These are the important strategic role played by the management accountant. That means the management accountant helps in strategic planning, setting profitability goals, creating acquisition strategies, and supporting risk management and control. And finally, management accountant helps in continuous improvement of the organizations. Okay. Thank you.